കമലേഷ് ഇപ്പോൾ ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അവരതിന് മറുപടി നൽകുന്ന ന്യായീകരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇങ്ങനെയാണ്: ഒരു ചിത്രം പുറത്തു വന്നാൽ അതിത്ര പ്രശ്നമാണോ, ചിത്രം ആർക്കും എടുത്തുകൂടെ എന്നതാണ്. ശരി, അവർ പറഞ്ഞൊരു അപ്പോൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, കടകംപള്ളിയുടെ ചിത്രം പുറത്തു വന്നില്ലേ എന്ന്. കടകംപള്ളി ആ ചിത്രം പുറത്തു വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് അതിന്റെ സാഹചര്യം എന്താണെന്നും ഞാനത് മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് തന്നെ SITയുടെ മുൻപിൽ SIT എന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ ഈ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നും വളരെ സ്പഷ്ടമായി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ചിത്രങ്ങൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ട ചിത്രം, അതിന് മുൻപ് പുറത്തു വന്ന ചിത്രങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും അടൂർ പ്രകാശിന് ആ രീതിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അതിന്റെ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ചിത്രമാണെങ്കിൽ പോട്ടെ കമലേഷ്, ഇത് പല ചിത്രങ്ങളല്ലേ, പലയിടങ്ങളിലും പോയിരിക്കുകയല്ലേ, അത്രമാത്രം ബന്ധം എന്താണ്? ബാംഗ്ലൂരിലും നാട്ടിലും വീട്ടിലും ഒക്കെ പോകാൻ മാത്രം അത് പ്രതിപക്ഷ നേതാവിന്റെ ഈ സാമാന്യവൽക്കരിച്ചുള്ള മറുപടിയിൽ ഒതുങ്ങിപ്പോകുന്നതാണോ? മനു, തീർച്ചയായും ഇതിനകത്തൊരു യുക്തിരഹിതമായ വാദങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തുന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ ഈ തന്ത്രിയുടെ വീടുകളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പങ്കെടുക്കും, തന്ത്രിയുടെ സഹായിയുടെ വീടുകളിൽ പങ്കെടുക്കും. അതൊരു പൊതുപരിപാടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ശബരിമലയുമായി നേരിട്ട് ബന്ധമില്ലാതിരുന്ന അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന ആളിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്രയധികം ബന്ധമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ അടൂർ പ്രകാശിന് ഇത്രയധികം ബന്ധമുണ്ടാകുന്നത് എന്തിന്, എങ്ങനെ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും കേരളത്തിലുമുള്ള വിവിധ വീടുകളിൽ സഹോദരിയുടെ വീട്ടിലൊക്കെ എത്തി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്, എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം, ഉദ്ദേശം എന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതായത് അവരുടെ ഭാര്യയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും അത്തരത്തിൽ നിരവധി ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ, സ്വാഭാവികമായും മന്ത്രി അവിടെ എത്തിയാൽ അവർ ഫോട്ടോ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ളൊരു ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായ വിശദീകരണം കടകംപള്ളി സുരേന്ദ്രൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ എത്തി ഈ പ്രതികളുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തി, അവരിൽ നിന്ന് ഉപഹാരങ്ങൾ കൈപ്പറ്റി, അവരെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച് അവിടെ കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നതടക്കമുള്ള ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലാണ് അടൂർ പ്രകാശും കോൺഗ്രസും VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളും മറുപടി പറയേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ചിത്രങ്ങൾ അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഈ കേസിന്റെ അന്വേഷണത്തെ കൂടി സാരമായി അതിന്റെ ഗതി നിർണ്ണയിക്കുന്ന നിലയിലേക്കുള്ള ചിത്രങ്ങൾ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ ബന്ധം UDF കൺവീനറും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അടൂർ പ്രകാശ് MPക്ക് ഈ കൊള്ളസംഘവുമായി ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ ചിത്രങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭ്യമായ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൈരളി ന്യൂസ് പങ്കുവെക്കുകയാണ്. വളരെ ഗുരുതരമായ സ്വഭാവമുള്ള ചിത്രങ്ങളാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, ഇതിനകത്തൊരു വലിയ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ നേരത്തെ ചില ആളുകൾ മുന്നോട്ട് വെച്ചു. ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. ഇത് സർക്കാരുമായി എന്തോ ബന്ധമുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പ്രചരണങ്ങൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ ശബരിമലയും വിശ്വാസവും മതവും ഒക്കെ ചേർത്ത് വലിയ പ്രചരണം നടത്തുന്ന നിലയിലേക്ക് കോൺഗ്രസും UDFും പോകുന്ന ഘട്ടമുണ്ടായി. പക്ഷേ നിലവിൽ ഇപ്പോൾ അതെല്ലാം ബൂമറാങ് പോലെ കോൺഗ്രസിനെയും UDFിനെയും തിരിച്ചടിക്കുകയാണ്, തിരിഞ്ഞു കൊത്തുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ പറഞ്ഞിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ആര് പോറ്റിയെ ശബരിമലയിൽ കയറ്റി എന്ന ചോദ്യത്തിന് അത് കോൺഗ്രസ് ആണ് എന്ന് തെളിഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ, ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ, രേഖകൾ എല്ലാം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. മനു.